ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യൂറോ 2024 ഒരു സെമി ഫൈനൽ ലൈനപ്പ് സെറ്റായിരിക്കുകയാണ്. അതായത് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് പോരാട്ടമാണ് നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരത്തിൽ ഹോസ്റ്റ് നേഷനായിട്ടുള്ള ജർമ്മനിയെ എക്സ്ട്രാ ടൈമിലാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുമ്പോൾ 1-1 എന്ന നിലയിലായിരുന്നു സ്ഥിതിഗതികൾ ഉണ്ടായിരുന്നത്. പിന്നീട് എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് മിനിറ്റിലാണ് മിക്കേൽ മെറീനോ എന്ന് പറയുന്ന റയൽ സോസിഡാഡിൻ്റെ താരം ഹെഡ് ചെയ്ത് ജർമ്മനിയെ പുറത്താക്കുന്നത്. ബ്യൂട്ടിഫുൾ ഹെഡറാണ്. ആ ഹെഡർ എന്ന് പറഞ്ഞാൽ വേർത്തി ഓഫ് വിന്നിങ് എനി ഫുട്ബോൾ മാച്ച് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊരു ഹെഡറാണ്. ഒപ്പം അതിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഡാനി ഓൾമോ എന്ന് പറയുന്ന ഇന്നലത്തെ മത്സരത്തിൽ സെൻസേഷനായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ചങ്ങായിയാണ്. അങ്ങനെ ജർമ്മനി പുറത്താകുന്നു. ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻസിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള മൊമെൻ്റാണ്. സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റസിയുടെ സമയമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ 90 മിനിറ്റ് കഴിഞ്ഞപ്പോഴും 0-0 എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയപ്പോഴും 120 മിനിറ്റ് കഴിയുമ്പോഴും ആർക്കും ഗോളിക്കാൻ സാധിക്കുന്നില്ല. അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ട് വേണ്ടി വന്ന ഒരു വിജയം കണ്ടെത്താനായിട്ട് അതിൽ ഫ്രാൻസ് വിജയിച്ച് കയറുന്നു. ജോ ഫെലിക്സിൻ്റെ കിക്ക് അദ്ദേഹം മിസ്സാക്കുന്നു. അങ്ങനെ എന്താണ് ദിദിയർ ദഷോംസിൻ്റെ ടീം ഓപ്പൺ പ്ലേയിൽ ഒരു ഗോൾ പോലും അടിക്കാതെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട സംഭവം ഓപ്പൺ പ്ലേയിൽ അവർ ഒരു ഗോൾ കൺസീഡും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരത്തെക്കുറിച്ചാണ്. പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബോബി മാർട്ടിനസിൻ്റെ പോർച്ചുഗലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അതായത് മഹാനായ ബെൽജിയം ഗോൾഡൻ ജനറേഷനെ ഒരു വഴിക്കാക്കിയ, ഇപ്പോൾ പോർച്ചുഗൽ ഗോൾഡൻ ജനറേഷൻ ഒരു വഴിക്കാക്കിക്കൊണ്ടിരിക്കുന്ന ബോബി മാർട്ടിനസ് എന്ന് പറയുന്ന മഹാനായ ടാക്ടീഷ്യനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു കിടിലൻ എൻ്റർടൈനർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇന്നലത്തെ രണ്ട് മത്സരങ്ങളുടെയും സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുട്ബോൾ പല രീതിയിൽ കളിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ട് ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്പെയിൻ വേഴ്സസ് ജർമ്മനി നല്ല അറ്റാക്കിംഗ് ഫുട്ബോളും പിന്നെ ഫ്ലെയറും കാര്യങ്ങളും ബ്രേവായിട്ടുള്ള പല അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്താണെങ്കിലോ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം വളരെ കേജി ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. സേഫ്റ്റി ഫസ്റ്റ് അപ്രോച്ചായിരുന്നു രണ്ട് ടീമുകളും എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുട്ബോൾ പല രീതിയിലും കളിക്കാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്ന ഒരു ദിവസമാണ് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യം എടുത്തു പറയാനുള്ള സംഭവം. അപ്പോൾ ഇനി ഈ സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള മത്സരം തന്നെയായിരുന്നു. 50-50 പോരാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ ഓൾമോസ്റ്റ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുമെന്ന് കരുതിയിട്ടുള്ള സാഹചര്യത്തിലാണ് മിക്കേൽ മെറീനോ അത്തരത്തിലുള്ള ആ ഒരു ഹെഡർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ മിക്കേൽ മെറീനോയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ മിക്കേൽ മെറീനോയുടെ അച്ഛനായിട്ടുള്ള മിഗേൽ മെറീനോ ഒസാസുനയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ 1991 യുവേഫ കപ്പിൽ ഇതേ ഗ്രൗണ്ടിൽ ഇതേ സ്റ്റേഡിയത്തിൽ സ്റ്റുട്ട്ഗാർട്ടിനെതിരെ, ഇത് സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഇന്നലത്തെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് സ്റ്റുട്ട്ഗാർട്ടിനെതിരെ ഒസാസുനയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ട് ചങ്ങായി ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ കോർണർ ഫ്ലാഗിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ടുള്ളൊരു സെലിബ്രേഷൻ, അതേ സെലിബ്രേഷൻ ഇന്നലെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മിഗേൽ മെറീനോയുടെ മകനായിട്ടുള്ള മിക്കേൽ മെറീനോ. അത് സുന്ദരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഈ മിക്കേൽ മെറീനോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റയൽ സോസിഡാഡിൻ്റെ പ്ലെയറാണ്. റയൽ സോസിഡാഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ലാലിഗയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിലൊരു മിഡ്ഫീൽഡറാണ്. അതേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പാനിഷ് കുപ്പായത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇനി ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടൻറ്റ് പെർഫോമേഴ്സിനെ കുറിച്ച് സംസാരിക്കണം. പിന്നെ എന്തൊക്കെയാണ് രണ്ട് സൈഡുകളും ടാക്റ്റിക്കലി ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അപ്പോൾ കോൺട്രവേഴ്സിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സംസാരിക്കേണ്ടതായിട്ടുള്ളത് ഈ മത്സരം നിയന്ത്രിച്ച ആളെക്കുറിച്ചിട്ടാണ്. ആൻ്റണി ടൈലർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഇംഗ്ലീഷ് റഫറിയാണ് മത്സരം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചങ്ങായി നിയന്ത്രിക്കുന്ന ഒരു മത്സരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സി ഇല്ലെങ്കിലേ സർപ്രൈസ്ഡ് ആകേണ്ടതായിട്ടുള്ളൂ. ഇത് ഞാൻ പലപ്പോഴും പറയുന്നൊരു സംഭവമാണ്. കോൺട്രവേഴ്സി ഇല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ മതി. കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു പ്രക്രിയയാണ്. അതുതന്നെ ഇന്നലെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് കോൺട്രവേഴ്സികൾ? ആദ്യം നമുക്ക് ടോണി ക്രോസിൻ്റെ ഇൻസിഡൻറ്റിൽ നിന്ന് തുടങ്ങാം. അതായത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പെഡ്രി ഇഞ്ചുറി പറ്റി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ടോണി ക്രോസിൻ്റെ ഫൗളിലാണ് പെഡ്രിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ ടോണി ക്രോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടോണി ക്രോസ് തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിലെ അവസാനത്തെ മത്സരമാണ് ഇപ്പോൾ ഇന്നലെ കളിച്ചിട്ടുള്ളത്. അത് വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇനി ടോണി ക്രോസിനെ നമുക്ക് ഫുട്ബോൾ മൈതാനത്ത് കാണാൻ സാധിക്കില്ല. അത് ഇടങ്ങറ് പിടിച്ച ഒരു സംഭവം തന്നെയാണ്.
കാരണം വളരെ യുണീക്ക് പീസ് ഓഫ് എ ഫുട്ബോളറാണെന്നുള്ളത് നമ്മൾ പല സാഹചര്യങ്ങളും സംസാരിച്ച സംഭവമാണ്. ഇനി ഇങ്ങനത്തെ ഒരു ചങ്ങായിനെ എന്നാണ് നമുക്ക് കാണാൻ പറ്റുക? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ചിലപ്പോൾ കാണാനേ പറ്റിയെന്നും വരില്ല. അത്തരത്തിലുള്ളൊരു ഫുട്ബോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ മത്സരത്തിൽ ചങ്ങായി ഒരു ലക്കി മാൻ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് നേരത്തെ തന്നെ അദ്ദേഹം വരുത്തിയിട്ടുള്ള ഫൗളുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 യെല്ലോ കിട്ടി പോകേണ്ട ആളായിരുന്നു ചങ്ങായി എന്നുള്ളതാണ്. അതിന് പകരം മത്സരം കംപ്ലീറ്റ് ചെയ്തു ചങ്ങായി, ഒരൊറ്റ യെല്ലോ മാത്രമേ കിട്ടിയുള്ളൂ. തുടക്കത്തിൽ തന്നെ മത്സരം തുടങ്ങിയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഈ പെഡ്രിക്കെതിരെയുള്ള ആ ഒരു ടാക്കിൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം ബോൾ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ പെഡ്രിയെ കൂടി അദ്ദേഹം എടുത്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് ഒരു നാസ്റ്റി ഫൗൾ തന്നെയാണ്. അത് പിന്നെ ആന്റണി ടെയ്ലർ ഫൗളും കാര്യങ്ങളൊക്കെ കൊടുത്തു, പക്ഷേ അവിടെ യെല്ലോ കൊടുത്തില്ല. അത് എന്തുകൊണ്ട് യെല്ലോ കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. ശരി, അങ്ങനെ അത് യെല്ലോ കൊടുക്കാത്ത സാഹചര്യത്തിൽ പിന്നെ വീണ്ടും ടോണി ക്രോസ് ഫൗൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ അഗ്രസീവായിട്ടാണ് ഇന്നലെ കളിക്കുന്നുണ്ടായിരുന്നത്. ലമീൻ യമാലിനെ ഒരു സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ റോഡ്രി അദ്ദേഹം ഫൗൾ ചെയ്ത് നമ്മൾ കണ്ടു. ഇതൊക്കെ വളരെ ക്വിക്കായിട്ടുള്ള സമയത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ എങ്ങനെയായാലും ബുക്ക് ചെയ്യേണ്ട ഒരു അവസരമുണ്ട്. പക്ഷേ ആന്റണി ടെയ്ലർ ബുക്ക് ചെയ്തില്ല. പിന്നീട് വളരെ സിനിക്കലായിട്ടുള്ളൊരു ഫൗൾ ടോണി ക്രൂസ് നടത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു കോൺട്രവേഴ്ഷ്യൽ സംഭവമാണ്. ഇനി പെഡ്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹത്തിന് ഈ ടൂർണമെൻറ്റിൽ കളിക്കാൻ പറ്റില്ല. എത്ര മാസം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിന് പകരം ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഡാനി ഓൾമോ ആണ് പിന്നീട് സ്പെയിനിൻ്റെ വിജയശില്പിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ ഇതിൽ ഈ പെഡ്രിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംപ്രസീവായിട്ടുള്ള ഒരു ടാലൻ്റാണ്. പക്ഷേ എന്താണ്, അദ്ദേഹത്തെ ബാഴ്സലോണ ഓവർ യൂട്ടിലൈസ് ചെയ്തുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇഞ്ചുറി പ്രോൺ ആയിരിക്കുകയാണെന്നുള്ളതാണ്. അത് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നിപ്പോയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇതൊരു നാസ്റ്റി ഫൗൾ തന്നെയായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചത്, കോപ്പ അമേരിക്കയിലൊക്കെ സൗത്ത് അമേരിക്കയിലൊക്കെ നടക്കുന്ന ഫൗളുകൾ എന്താണ് എൻ്റെ അമ്മോ എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് പോയിട്ടുള്ള മറ്റൊരു കാര്യം. അത് കോപ്പ അമേരിക്ക കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എജ്ജാതി ഫൗളുകളാണ് നിരന്തരമാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ലിയണൽ മെസ്സിയൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം ഇത്രയധികം ഫൗളുകൾ നേരിട്ടും ഒന്നും പറ്റാതെ ചങ്ങായി ഈ ഒരു 37ാമത്തെ വയസ്സിലും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്തായാലും പെഡ്രി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുട്ബോളറാണ്. ഇനി ഈ പിന്നെ ടോണി ക്രോസിൻ്റെ മിഡ്ഫീൽഡിലെ കൗണ്ടർ പാർട്ടായിട്ടുണ്ടായിരുന്ന സ്പെയിനിൻ്റെ മിഡ്ഫീൽഡിലെ റോഡ്രി, ഈ ഹാഡ് എ സെൻസേഷണൽ ഗെയിം. അതായത് ചെങ്ങായിയുടെ മറ്റൊരു ബിഗ് ഗെയിം പെർഫോമൻസ് ആണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഡിഫെൻസീവലി നല്ല രീതിയിൽ തന്നെ ചങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ സ്പെയിൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ടച്ചസ് എടുത്തുള്ളത് റോഡ്രിയാണ്. ഏറ്റവും കൂടുതൽ തവണ പൊസഷൻ വിൻ ചെയ്തിട്ടുള്ളത് റോഡ്രിയാണ്. ഏറ്റവും കൂടുതൽ തവണ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളത് റോഡ്രിയാണ്. ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ വിൻ ചെയ്തിട്ടുള്ളത് റോഡ്രിയാണ്. ഏറ്റവും നല്ല രീതിയിൽ പാസിംഗ് ആക്യുറസി സ്പെയിനിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റോഡ്രിയാണ്. 94.4% പാസിംഗ് ആക്യുറസി. 3 ഫൗളുകൾ ചങ്ങായി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ചാൻസുകളും ചങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. മറ്റൊരു കിടിലം പെർഫോമൻസ്, മറ്റൊരു ബിഗ് ഗെയിമിൽ റോഡ്രിയുടെ ഭാഗം നമ്മൾ കണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ 1-2 തവണയൊക്കെ പ്ലേയേഴ്സ് മറികടന്ന് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം മുസിയാലയൊക്കെ അദ്ദേഹം പിന്നെന്താണ് പിടിച്ചിടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മിഡ്ഫീൽഡിൽ ഇന്നലെ ക്രോസിന് കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. നേരെ മറിച്ച് നമ്മുടെ റോഡ്രിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചതാണ്. ക്രൂസ് കുറേ പുറകിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. കൂടുതലും ജർമ്മനിയുടെ ആ ഒരു ഡിഫെൻസീവ് തേർഡിലായിരുന്നു ക്രോസ് കളിക്കുന്നുണ്ടായിരുന്നത്. നൈഗൽസ്മാൻ്റെ ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. പിന്നെ ഡാനി ഓൾമോ സെൻസേഷണൽ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു വേൾഡ് ക്ലാസ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു 60 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട്. അതെന്തായാലും ആരെങ്കിലുമൊക്കെ ഈ സമ്മറിൽ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈപ്സിഗിന് വേണ്ടിയിട്ടാണ് ചെങ്ങായി നിലവിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോകും ആരെങ്കിലും. ആജാദി പെർഫോമൻസാണ് ചെങ്ങായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കോൺട്രവേഴ്സിയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രവേഴ്സി നടന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിൽ മത്സരം 1-1 എന്നുള്ള നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജർമ്മനിയുടെ ഒരു ഹാൻഡ് ബോൾ ഷൗട്ട്, ഒരു പെനാൽറ്റി ഷൗട്ട്. കുക്കുറയുടെ കയ്യിൽ ബോൾ ക്ലിയർ ആയിട്ട് തട്ടുന്നത് നമ്മൾ കണ്ടു. പിന്നെ എന്തുകൊണ്ട് ആന്റണി ടെയ്ലർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള റെഫറി അവിടെ പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഫുൾ ക്രുഗ് ഓഫ് സൈഡാണ് എന്നുള്ളതാണ് ചില ആളുകളുടെ നിഗമനം. പക്ഷേ ആ ഒരു പിന്നെ സീക്വൻസ് ഓഫ് പ്ലേ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതെന്നറിയോ? അത് ത്രോയിനിൽ നിന്നാണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തത്. അത് ഓഫ് സൈഡ് ആണ് എന്നുള്ള നിഗമനത്തിലേക്ക് VR എത്തിയിരുന്നെങ്കിൽ അവിടെ സ്പെയിനിന് ഒരു
ഫ്രീ കിക്ക് ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ VR അങ്ങനെ ഒരു ഓഫ് സൈഡ് ആണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിന് മനസ്സിലാക്കേണ്ട സംഭവം. ഇനി മറ്റൊരു സംഭവം, അത് ഫുൾക്രുഗ് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് കൺട്രോൾ ചെയ്തത് എന്നുള്ളൊരു വാദം നമുക്ക് ട്വിറ്ററിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതും അവിടെ VR ചെക്ക് ചെയ്തോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. അതിന് ഷോൾഡർ ആണോ, കൃത്യമായിട്ടും കൈ തന്നെയാണോ, ആ സ്ലീവ് ഏരിയ ആണോ, ഇത്തരത്തിലുള്ള കോൺട്രവേഴ്ഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും അവർ ചെന്നിട്ടില്ല. പകരം എന്താണ്, ആന്റണി ടെയ്ലർ അതൊരു ഹാൻഡ് ബോൾ അല്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഫുൾക്രുഗ് അത് ജർമ്മൻ താരത്തിന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു, ഔട്ട്സൈഡ് ദ ബോക്സ് നിന്ന് ഷോട്ട് അടിക്കുന്നു, അത് കുക്കുരയുടെ കയ്യിൽ തട്ടുകയാണ്. കുക്കുരയെ സംബന്ധിച്ചോളം എന്താണ്, അദ്ദേഹം കൈ തൻ്റെ ബോഡിയിൽ നിന്നും അകറ്റാനല്ല ശ്രമിച്ചത്, പകരം ബോഡിയിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളത് ഒരു പോയിൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എത്ര തവണ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ പെനാൽറ്റി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ആന്റണി ടെയ്ലർ എന്ന് പറഞ്ഞ മഹാൻ തന്നെ എത്ര പെനാൽറ്റികൾ ഇത്തരത്തിൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ട്. ആ ഡിസിഷൻ്റെ ക്ലാരിറ്റി കുറവ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതൊരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ ആയിരിക്കുന്നത്. അവിടെ അത് ഓഫ്സൈഡ് ആണെങ്കിൽ പിന്നൊന്നും പറയാനില്ല, പക്ഷേ ത്രോ ഇന്നാണ് എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. ഓഫ്സൈഡ് ആണെന്നുള്ളത് ഇനി സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജിയുടെ ചിത്രവും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ അത് ഹാൻഡ് ബോൾ ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻ്റ് ആണ്, ഒരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓഫ്സൈഡ് ആണെങ്കിൽ പിന്നെ അവിടെ ഹാൻഡ് ബോളിലെ ചർച്ച പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ആന്റണി ടെയ്ലർ ഒന്നും പറയാനില്ല. എന്നിട്ടും ഇഷ്ടം പോലെ ഹൈ പ്രൊഫൈൽ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഈ ചെങ്ങായിക്ക് അവസരങ്ങൾ കിട്ടും. അതെങ്ങനെയാണാവോ, അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത ഒരു സംഭവമാണ്. ഇനി സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റ് നേഷനെ ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ പരാജയപ്പെടുത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ ജർമ്മനി ആദ്യമായിട്ടാണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ പുറത്താകുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇനി 89 വർഷങ്ങൾക്ക് ശേഷമാണ് സ്പെയിന് ജർമ്മൻ മണ്ണിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇനി ലമീൻ യമാൽ എന്ന് പറയുന്ന സ്പെയിനിൻ്റെ 16-കാരനായിട്ടുള്ള ലാമാസിയ പ്രൊഡക്റ്റ് ഈ ടൂർണമെൻറ്റിൽ ഇപ്പോൾ 3 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ 3 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് ലമീൻ യമാൽ. അപ്പോൾ ആ ഡാനി ഓൾമോയുടെ സ്പെയിനിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തുള്ള ഗോളിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു അസിസ്റ്റ്, അത് ബ്യൂട്ടിഫുൾ അസിസ്റ്റാണ്. അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിയാണ്, അതിലുള്ള ഈ ഒരു ഡാനി ഓൾമോയുടെ റണ്ണ് ബ്രില്യൻ്റാണ്. അത് ട്രാക്ക് ചെയ്യാൻ ജർമ്മൻ താരങ്ങൾക്ക് സാധിച്ചില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫിനിഷ്, അത് ഫിനസ്സാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം അത് വലയിലേക്ക് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഓടി വരുന്ന സാഹചര്യത്തിൽ ആ ഒരു പാസ് റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ അത് എന്താണ്, അതേ മൊമെൻറ്റത്തിൽ അതും ഫസ്റ്റ് ടൈം അങ്ങനെ ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. അതിന് നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ആവശ്യമുണ്ട്. അതാണ് അവിടെ ഡാനി ഓൾമോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാർട്ടർ ഫൈനൽ യൂറോ മത്സരത്തിൽ. അങ്ങനെയാണ് സ്പെയിൻ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ലമീൻ യമാലിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാഗൽസ്മാൻ്റെ ജർമ്മനി ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ഡിസപ്പോയിൻറ്റഡ് ആകാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ഞാൻ പ്രിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുതലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാത്ത സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കായ് ഹാവർട്സ് എന്ന് പറയുന്ന ചെങ്ങായിനെക്കുറിച്ച് സംസാരിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ചെങ്ങായിക്ക് നല്ല ചാൻസുകൾ ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ചാൻസുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ചാൻസുകളെക്കുറിച്ചൊന്ന് നമുക്ക് സംസാരിക്കാം. അതായത് അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ഓപ്പർച്യൂണിറ്റി കിമ്മിച്ച് റൈറ്റ് സൈഡിൽ നിന്നൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു. കായ് ഹാവർട്സ് ചാടുന്നു നല്ല രീതിയിൽ, എന്നിട്ട് ഹെഡ് ചെയ്യുന്നു. പക്ഷേ അത് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നാണ് ഹെഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് പവർ ജനറേറ്റ് ചെയ്യണം, കാരണം ആ ഒരു ക്രോസിൽ അത്ര പവറൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും അത് നേരെ ഉനായ് സിമോൺ എന്ന് പറയുന്ന സ്പാനിഷ് കീപ്പറിൻ്റെ കൈകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ ഒരു അവസരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു ഓപ്പർച്യൂണിറ്റി റൂഡിഗറിൻ്റെ ലോങ് ബോൾ, നല്ലൊരു ലോങ് ബോൾ റൂഡിഗർ കൊടുക്കുന്നു. റൂഡിഗർ കൊടുത്തുള്ള സംഭവം കായ് ഹാവർട്സ് ബോക്സിൽ ലെനോമാൻ എന്ന് പറയുന്ന ഡിഫൻഡറിനെ മനോഹരമായിട്ട് അദ്ദേഹം അവിടെ കബളിപ്പിക്കുന്നതിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു. ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഷോട്ട് വളരെ വീക്കായിപ്പോയി. അയ്യോ വയ്യാത്ത ആളടിക്കുന്ന പോലത്തെ തരത്തിലുള്ള ഒരു ഷോട്ടായിപ്പോയി. നേരെ ഉനായ് സിമോൺ ഈസിലി അതും സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. കായ് ഹാവർട്സ് സംബന്ധിച്ചോളം ജർമ്മനിക്ക് ലീഡ് നേടി കൊടുക്കണം. ഇതൊക്കെ 0-0 സാഹചര്യത്തിലാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം സ്ലോപ്പി ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. വളരെ കെയർലെസ് ആയിട്ട് ലേസി ആയിട്ട് ബോൾ ഗിവ് അവേ ചെയ്തിട്ട് ഉള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡാനി ഓൾമോയുടെ ഒരു ഷോട്ടിലൊക്കെ അത് കലാശിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു സുന്ദരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഉനായ് സിമോൺ എന്ന് പറയുന്ന കീപ്പർ, ഞാൻ പ്രിവ്യൂവിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മിസ്റ്റേക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിക്ക് മിസ് ഹിറ്റായിരുന്നു. അത് പിന്നെ നാച്ചുറലായിട്ടുള്ളൊരു ഫുട് റേസിൽ കായ് ഹാവർട്സ് അത് വിൻ ചെയ്യുന്നു. അങ്ങനെ കായ് ഹാവർട്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുന്ദരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹം ഒരു ഒഡേഷ്യസ് ചിപ്പിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഉനായ് സിമോണൊക്കെ കയറി വന്നിട്ടുണ്ട്, പാനിക്കായിട്ടുണ്ടായിരുന്നു ഉനായ് സിമോൺ. അവിടെ കമ്പോസറാണ് നമുക്ക് കായ് ഹാവർട്സിൻ്റെ ഭാഗത്ത് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിന് പകരം അദ്ദേഹം ഓവർ കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പ്രഷറും കാര്യങ്ങളൊന്നുമില്ല. കാരണം നെവർ മൈൻഡ് ഒരു ആറ്റിറ്റ്യൂഡ് പോലത്തെ ഒരു സംഭവമാണ് കായ് ഹാവർട്സിനുള്ളത്. അദ്ദേഹം വളരെ ലേസി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ചില സാഹചര്യങ്ങൾ എടുക്കാറുള്ളത്. അങ്ങനെ അദ്ദേഹം ആ ഒരു ചിപ്പിനുള്ള ശ്രമം നടത്തുന്നു, ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്പിനുള്ള ശ്രമം നടത്തുന്നു. അത് പിന്നെ ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സാധനം കണ്ടു. വേർഡ്സിനെ വേണമെങ്കിൽ പിക്ക് ചെയ്യാമായിരുന്നു. വേർഡ്സ് അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കമ്പോഷർ ഇല്ലായ്മ അവിടെ നമുക്ക് കായ് ഹാവർട്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബിഗ് മത്സരങ്ങളിൽ ഇതിപ്പോൾ എന്താണ് 3 ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസാണ്. ഇതിൽ ഒരെണ്ണമെങ്കിലും കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത്? പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് നിരന്തരം ഇപ്പോൾ ഈ കായ് ഹാവർട്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഫുൾക്രിഗ് വന്നിട്ടും ഫുൾക്രിഗും മിസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതാണ് കായ് ഹാവർട്സിൻ്റെ മിസ്ഡ് ചാൻസുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി മത്സരത്തിൻ്റെ 90 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ 31 ഫൗളുകൾ 2 സൈഡുകളും കൂടിയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ് അഗ്രസീവായിട്ടുള്ള നേച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൊത്തം മത്സരത്തിൽ എക്സ്ട്രാ ടൈമിലും കഴിയുന്ന സാഹചര്യത്തിൽ 41 അറ്റംപ്റ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡെലഫ്യുവൻറ്റയുടെ സ്പെയിന് വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ സംസാരിച്ചുള്ള സംഭവമാണ്. അതിന് പൊസിഷൻ സ്റ്റാറ്റ് മാത്രം നോക്കിയാൽ മതി. അതായത് 52% പൊസിഷൻ ജർമ്മനിക്കായിരുന്നു ഉണ്ടായിരുന്നു, 48% പൊസിഷൻ മാത്രമാണ് സ്പെയിൻ ഉണ്ടായിരുന്നത്. പഴയ സ്പെയിൻ ആണെങ്കിൽ ലൂയിസ് എൻട്രിക്കയുടെ ഒക്കെ സ്പെയിൻ ആയിരുന്നെങ്കിൽ നമുക്കറിയാം പൊസിഷൻ സ്റ്റാറ്റ്സിൽ അവർ തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുക. പക്ഷേ ഇവിടെ ഡയറക്റ്റ് അപ്രോച്ചും ഡെലഫ്യുവൻ്റെ ടീമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉനായ് സിമോൺ ഇഷ്ടം പോലെ ലോങ് ബോളുകൾ ഇന്നലെ കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ടാക്ടിക്സിൻ്റെ ഭാഗമാണ്. കാരണം വെച്ചാൽ ബാക്കിൽ നിന്ന് ചില സാഹചര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ ജർമ്മനി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ലോങ്ങിലേക്ക് പോകുന്നു. അതും പ്രധാനമായിട്ടും ഒന്നെങ്കിൽ തുടക്കത്തിലൊക്കെ മൊറാട്ടക്കാണ് ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ട് അത്തരത്തിൽ പിന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം, അതല്ലെങ്കിൽ കാർവഹാലിലേക്കുള്ള ആ ഒരു ലോങ് ബോളിനുള്ള അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉനായ് സിമോണിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഡിഫറെൻറ്റ് രീതിയിൽ അവർ പിന്നെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് ഈ ഡെലഫ്യുവൻ്റെ ടീമിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെന്താണ് വിങ്ങിലൂടെയുള്ള നീക്കോ വില്യംസിൻ്റെയും ലമീൻ യമാലിൻ്റെയും ത്രെട്ട് ഈ മത്സരത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ നെഗേറ്റ് ചെയ്യാൻ നൈഗൽസ്മാനും ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നൈഗൽസ്മാന് ഈ ടോണി റൂഡിഗറിനെ അവർ ഈ നീക്കോ വില്യംസിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ആ റൈറ്റ് ബാക്ക് റോളിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, എന്നിട്ടോ ടോണി ക്രോസ് ആ ഒരു ബാക്ക് ഫോറിലേക്ക് ഇറങ്ങി വരുന്നൊരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെയായിരുന്നു ഈ മത്സരത്തിൽ നൈഗൽസ്മാൻ ഈ ഒരു നീക്കോ വില്യംസിൻ്റെ ത്രെട്ടിനെയൊക്കെ നെഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലുള്ള ഒരു നെഗറ്റീവ് എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ടോണി ക്രോസിനെ മിഡ്ഫീൽഡിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം പിന്നെ വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിൽ ടാക്കിളുകൾ വിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ മിസ് ടൈംഡ് ടാക്കിളുകളാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഫൗളുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു LCB റോളിൽ നിന്നിട്ട് യൂഷ്വലി അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ RCB റോളിലേക്കാണ് അദ്ദേഹം ആ ഒരു ബാക്ക് ഫോറിൽ കളിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ ടോണി റൂഡിഗർ ആ ഒരു റൈറ്റ് ബാക്ക് റോളിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ. പിന്നെന്താണ്, ഇൽക്കായ് ഗുണ്ടോവിനെ സംബന്ധിച്ചോളം കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എംറെ ചാനെയായിരുന്നു നൈഗൽസ്മാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ ബാഫ്ലിംഗ് ആയിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. ആൻഡ്രിച്ച് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. എംറെ ചാൻ അൺഫിറ്റായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തെ വളരെ ലേറ്റ് ആയിട്ടാണ് ഒന്നാമത് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഹോളിഡേ എൻജോയ് ചെയ്യുന്ന ആ ഒരു അവസരത്തിലാണ് ഈ പാബ്ലോവിച്ചിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അൺഫിറ്റായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത്. മത്സരത്തിന് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്തിട്ട് പിന്നെ പെഡ്രിയുടെ ഒരു ഷോട്ടിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ അത് നോയറിൻ്റെ കൈകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ബാഫ്ലിംഗ് ആയിട്ടുള്ള മറ്റൊരു ഡിസിഷൻ വേർഡ്സിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാതിരുന്നത്. സാനയെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. സാനയൊന്നും ഒരു തേങ്ങയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് വേസ്റ്റായിരുന്നു എന്നുള്ളതാണ്. വേസ്റ്റായിരുന്നു. പിന്നീട് ജർമ്മനി ശരിക്കും മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ വേർഡ്സിനെയൊക്കെ കൊണ്ടുവന്നുള്ള സാഹചര്യത്തിലും ആൻഡ്രിച്ചിനെയൊക്കെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിലായിരുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അവർ ഗോളും കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ജർമ്മനി കുറേ കൂടി ബെറ്ററായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് എന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ടാക്ടിക്കൽ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സ്പെയിന് അവരുടെ ആ ഒരു ലെഫ്റ്റ് ഏരിയയിലൂടെയാണ് കൂടുതലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ മൊത്തം. നീക്കോ വില്യംസ് 80 മിനിറ്റോളം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ 80 മിനിറ്റ് വരെയും അദ്ദേഹം അതിലൂടെ ത്രട്ടൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താണ്, ഈ സ്പാനിഷ് കോച്ചായിട്ടുള്ള ഡെലഫ്യൂവിൻ്റെ ലീഡ് എടുത്തതിന് ശേഷം 63ാമത്തെ മിനിറ്റിൽ തന്നെ ലമീൻ യമാലിനെ പിൻവലിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 80ാമത്തെ മിനിറ്റിൽ നീക്കോയും പിൻവലിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ചെങ്ങായിക്ക് ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരം ഔട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് 89ാം മിനിറ്റിൽ ജർമ്മനി ആ ഒരു ഈക്വലൈസർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു 89ാം മിനിറ്റിൽ ഈക്വലൈസർ കണ്ടെത്തിയിട്ട് പിന്നെ മൊമെൻറ്റം ജർമ്മനിയുടെ കൂടെ ആയിട്ട് പോലും ജർമ്മനിക്ക് ആ ഒരു വിന്നിംഗ് ഗോൾ എക്സ്ട്രാ ടൈമിൽ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ശരിക്കും ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. മൊമെൻറ്റം ഉണ്ടായിരുന്നു. ഫ്ലോറിയൻ വേർഡ്സിനൊരു ചാൻസ് കിട്ടുന്നത് നമ്മൾ കണ്ടതാണ് ആ ഒരു എക്സ്ട്രാ ടൈമിലൊക്കെ. മുള്ളറൊക്കെ വന്നിട്ട് അദ്ദേഹം ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുള്ളറാണ് വേർഡ്സിന് ആ ഒരു ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് ചാനലിലൂടെയുള്ള മുള്ളറിൻ്റെ റണ്ണ് നല്ല രീതിയിൽ ഡിഫൻസിൽ നിന്ന് ജർമ്മനി പിക്ക് ചെയ്യുന്നു. എന്നിട്ട് മുള്ളർ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഈ ഡാനി ഓൾമോ വന്ന പോലെ, ഡാനി ഓൾമോ ഗോൾ അടിക്കാൻ വന്നിട്ടുള്ള അതേപോലെ തന്നെ വേർഡ്സ് ഓടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഫസ്റ്റ് ടൈം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. പക്ഷേ അത് ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന അതൊരു കിടിലൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം മത്സരം വിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജർമ്മനി ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. പിന്നെ ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലമീൻ യമാലിനെയൊക്കെ അത്ര നേരത്തെ പിൻവലിക്കണമായിരുന്നു എന്നുള്ളതാണ്. ശരിയാണ്, യങ് ഫുട്ബോളറാണ്. പക്ഷേ സ്റ്റിൽ ഒരു 80 മിനിറ്റ് വരെയൊക്കെ ഈവൻ ലമീൻ യമാലിനെയും അവിടെ നിർത്താമായിരുന്നു. ഇപ്പോൾ ഫെറാൻ ടോറസ് ഒന്നും വന്നിട്ട് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഫൗളുകളൊക്കെ അദ്ദേഹം വിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഈ മെറീനോയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മത്സരം ഔട്ട് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ മെറീനോ ഭീകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു. അദ്ദേഹം മിഡ്ഫീൽഡിൽ നിന്ന് ഒരവസരത്തിൽ 3-4 ജർമ്മൻ താരങ്ങളെ മറികടന്നിട്ട് പോകുന്നൊരു കാര്യം നമ്മൾ കണ്ടു. അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇനി മത്സരത്തിൻ്റെ മറ്റ് ചാൻസുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ മറ്റ് സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ടോണി റൂഡിഗറിന് യെല്ലോ കിട്ടും നമ്മൾ കണ്ടു, ഡാനി ഓൾമോയെ ഫൗൾ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഈ ലമീൻ യമാൽ റൈറ്റിൽ നിന്ന് അദ്ദേഹം പിന്നെ ഈ ഡാനി ഓൾമോക്ക് കൊടുത്തുള്ള അതേ രീതിയിലുള്ള ഒരു ബോൾ ഫാബിയൻ റൂയിസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫാബിയൻ റൂയിസിൻ്റെ ഷോട്ട് പക്ഷേ പിന്നെ മുകളിലൂടെ പോകുന്ന സാഹചര്യമുണ്ട്, ബാറിന് മുകളിലൂടെ. ഫാബിയൻ റൂയിസ് വൺസ് അഗെയിൻ മറ്റൊരു കില്ലം പെർഫോമൻസാണ് കാഴ്ചവെച്ചുള്ളത്. വളരെ അണ്ടർ റേറ്റഡ് ആയ പെർഫോമൻസാണ് ഈ ടൂർണമെൻറ്റിൽ ചങ്ങായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചാൻസുകളും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡാനി ഓൾമോ നീക്കോയുടെ റണ്ണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫൻസിന് പുറകിലൂടെയുള്ള റണ്ണ്. അങ്ങനെ നീക്കോ ബോക്സിലേക്ക് പോയിട്ട് ടോണി റൂഡിഗറിനെ മറികടന്നിട്ട് നോയറിനെ ബീറ്റ് ചെയ്യാനുള്ള ശ്രമം നിയർ പോസ്റ്റിൽ നടന്നു. പക്ഷേ അത് നോയർ സേവ് ചെയ്യുന്നു. അവിടെ അത് ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ ലൈൻസ്മാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗോളായിരുന്നെങ്കിൽ ഒരു ഓഫ് സൈഡ് ചെക്കൊക്കെ വന്നിട്ട് അത് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയേനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കായ് ബോൾ ഗിവ് അവേ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഓൾമോട്ട് ഒരു അറ്റംപ്റ്റ്. ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ നടന്നിരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ തന്നെ വേർഡ്സിനെയും ആൻഡ്രിച്ചിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നാച്ചോനെ കൊണ്ടുവരുന്നു. ലെനോമാന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നാച്ചോയെ കൊണ്ടുവരുന്നു. സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ തന്നെ മൊറാട്ടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉനാസി വേണ്ട ഒരു ലോങ് ബോൾ എന്നാണ് അതും വരുന്നത്. എന്നിട്ട് പിന്നെ സ്പെയിന് ആ ബോൾ ലെഫ്റ്റിലുള്ള നീക്കോ വില്യംസിലേക്ക് എത്തിക്കുന്നു. നീക്കോ വില്യംസ് ബോക്സിലുള്ള ലമീൻ യമാലിനെ പിക്ക് ചെയ്യുന്നു. അത് ഒരു ക്രോസ് ലമീൻ യമാലിന് കൊടുക്കുന്നു. ലമീൻ യമാൽ എന്നിട്ട് മൊറാട്ടയെ പിക്ക് ചെയ്യാണ്. മൊറാട്ട എന്നിട്ട് തിരിഞ്ഞിട്ടൊരു ഷോട്ട് അടിക്കുന്നു. പക്ഷേ അത് പിന്നെ ബാറിന് മുകളിലൂടെ പോകുന്നൊരു സാധനം കണ്ടു. എങ്ങനെയാണ് സ്പെയിന് ലീഡ് എടുത്തത്? അപ്പോൾ അതിൽ ലപ്പോർട്ട് ഡിഫൻസിൽ നിന്ന് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ബോൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ മൊറാട്ടയാണ് അവിടേക്ക് ഇറങ്ങി വന്നിട്ട് ആ ബോൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് മൊറാട്ട എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലമീനെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ലമീൻ അവിടെ പെർഫെക്റ്റ് ചോയ്സ് ഓഫ് പാസ്സാണ് എടുക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ്. ഈ 16ാമത്തെ വയസ്സിൽ ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ചെങ്ങായി എടുക്കുന്നു എന്നുള്ളത്. 16ാമത്തെ വയസ്സിൽ തന്നെ ചെങ്ങായി ഒരു സുപ്രീം ക്രിയേറ്ററായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഡാനി ഓൾമോയുടെ റണ്ണിനായിട്ട് ചെങ്ങായി വെയിറ്റ് ചെയ്തു. എന്നിട്ട് പെർഫെക്റ്റ് വെയിറ്റിലുള്ള പാസ് കൊടുക്കുന്നു. എന്നിട്ട് ഡാനി ഓൾമോ അത് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഇൻ്റലിജൻസ്, ലമീൻ യമാൽ എന്ന് പറയുന്ന ആ ഒരു 16-കാരൻ്റെ ഇൻ്റലിജൻസ്. കാരണം ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. നമുക്ക് എത്ര ടാലൻ്റ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഡിസിഷൻ മേക്കിംഗ് മോശമായി കഴിഞ്ഞാൽ പോയി. ഇപ്പോൾ ഡെംബേലയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സംഭവമാണ്. അദ്ദേഹം ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുന്നവരെല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ഫൈനൽ തേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എന്താ ഉള്ളത്? 0 ആണുള്ളത്. പക്ഷേ ലമീൻ യമാൽ 16ാമത്തെ വയസ്സിൽ തന്നെ കിടിലൻ ഡിസിഷൻ മേക്കിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ക്രൂഷ്യൽ അസിസ്റ്റ് ചങ്ങായി നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. സ്പെയിന് ലീഡ് നേടുന്നത് നമ്മൾ കണ്ടു. പിന്നെ ജർമ്മനി സംബന്ധിച്ചോളം അവർ റിയാക്ട് ചെയ്ത് തുടങ്ങി. നാഗൽസ്മാൻ ചേഞ്ചസ് വരുത്തി തുടങ്ങി. ഈ മിഡിൽ സ്റ്റാർട്ടിനെയും ഫുൾക്രൂവിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്.
ഇൽക്കായ് ഗുണ്ടോവിനെയും ഡേവിഡ് റോമിനെയും പിൻവലിച്ചിട്ട് നൈഗൽസ്മാന്. അപ്പോൾ ഡേവിഡ് റോമിനൊന്നും കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല, ഇൽക്കായ് ഗുണ്ടോവിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ ക്രൂഗ് സ്ട്രൈക്കറായിട്ടും കായ് ഹാവർട്സ് ആ സ്ട്രൈക്കറിൻ്റെ പുറകിൽ ഇങ്ങനെ കളിക്കുന്ന പോലെ, അതായത് 2 സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വേർഡ്സിൻ്റെ ഡിസ്റ്റൻസിൽ നിന്നുള്ളൊരു ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡേവിഡ് റോമിൻ്റെ ഒരു ക്രോസ്, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ്, കായ് ഹാവർട്സ് അത് വിൻ ചെയ്യുന്നു ബോക്സിൽ ഡീപ്പായിട്ട്. അങ്ങനെ ഫുൾ ക്രൂഗ് കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് ആൻഡ്രിച്ചിന് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബോക്സിൻ്റെ പുറത്ത്. ആൻഡ്രിച്ചിൻ്റെ ഷോട്ട് സിമോൺ സേവിയാണ്, പക്ഷേ അതിൽ ഫുൾ ക്രൂഗ് ഓഫ് സൈഡ് ആയിരുന്നു ആ ബോൾ ഇനീഷ്യലി കായ് ഹാവർട്സിൻ്റെ അടുത്ത് റിസീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ. പിന്നെ ഫുൾ ക്രൂഗിന് മറ്റൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ ഈക്വലൈസർ നേടാനായിട്ടുള്ളത്. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഡിഫൻസിൽ നിന്ന് ടോണി റൂഡിഗർ കിമ്മിച്ചിന് പാസ് കൊടുക്കുന്നു. കിമ്മിച്ച് തൻ്റെ റൈറ്റിലൂടെയാണല്ലോ കിമ്മിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൻ്റെ മുന്നിലൂടെയുള്ള വിഡ്സിൻ്റെ റണ്ണാണ്. വിഡ്സ് ഡിഫൻസിന് പുറകിലൂടെ നല്ലൊരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പിക്കിയാണ് കിമ്മിച്ച് നല്ലൊരു ബോളിലൂടെ. എന്നിട്ട് വിഡ്സ് അത് ആ ഒരു 6 യാർഡിലേക്ക് ഇങ്ങനെ ക്രോസ് കൊടുക്കുന്നു, ലോ ക്രോസ് കൊടുക്കുന്നു. അതിൽ മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫുൾ ക്രൂഗ്. അദ്ദേഹത്തിൻ്റെ ബാലൻസൊക്കെ ഇത്തിരി പോയിട്ടുണ്ട്. അദ്ദേഹം പിന്നെ കാല് നീട്ടിയിട്ട് അടിക്കാനുള്ള ശ്രമമാണ്, കാല് നീട്ടി അടിക്കുന്നുണ്ട്, പക്ഷേ അത് പോസിറ്റീവ് തട്ടി പോവുകയാണ്. അവിടെ നാച്ചോ ഇത്തിരി ഇടങ്ങറാക്കിയിട്ടുണ്ട് ഫുൾ ക്രൂഗിനെ. അവിടെ ബോൾ വിൻ ചെയ്യാൻ നാച്ചോ സാധിച്ചില്ല, പക്ഷേ ഒന്ന് ഇടങ്ങറാക്കാൻ സാധിച്ചു. അത് തന്നെയാണ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫുൾ ക്രൂഗ് സംബന്ധിച്ചുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ജർമ്മനിയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. പിന്നെ 89ാമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് ജർമ്മനി ഈക്വലൈസർ അടിക്കുന്നത്? അപ്പോൾ അതിൽ അഗൈൻ മിറ്റൽ സ്റ്റാർട്ട് ലെഫ്റ്റിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു. അവിടെ ബാക്ക് പോസ്റ്റിൽ, ഫാർ പോസ്റ്റിൽ ആ ബോൾ പുറത്തേക്ക് പോകുന്ന സാധനം ചാടി കിമ്മിച്ച് അത് കീപ്പ് ചെയ്യുകയാണ്. അവിടെ കുക്കുരയെ സംബന്ധിച്ചോളം എങ്ങനെ അവിടെ ബീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കിമ്മിച്ച് കുക്കുരയ്ക്ക് മുകളിൽ ചാടിയിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നു. ആ ഒരു വിഡ്സിൻ്റെ പാതയിലേക്ക് അദ്ദേഹം അത് ഹെഡ് ചെയ്ത് കൊടുക്കുന്നു. വിഡ്സ് അത് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യാണ്, ബ്യൂട്ടിഫുള്ളായിട്ട് ഹിറ്റ് ചെയ്യാണ്. അത് പോസ്റ്റിൽ തട്ടി വലയിലേക്ക് പോകുന്നു. അങ്ങനെ 89ാമത്തെ മിനിറ്റിൽ ജർമ്മനി ഈക്വലൈസർ നേടിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ കുക്കുരയെ സംബന്ധിച്ചോളം ഒരു ഡീസൻറ്റ് ഗെയിമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ആ ഒരു ഏരിയൽ ഡ്യുവലിൽ നഷ്ടപ്പെടാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. പിന്നെന്താണ്, ഇതിനിടയിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നൈഗൽസ്മാന് പിന്നെ കിച്ചൺ സിങ്ക് ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗോള് കണ്ടെത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ജോണതൻ ഠായെ പിൻവലിച്ചിട്ടാണ് മുള്ളറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡിഫൻഡറിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും ആൻറ്റോണിനെ എക്സ്ട്രാ ടൈമിൽ കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ കണ്ടു, കായ് ഹാവർട്സിനെ പിൻവലിച്ചിട്ട്. പിന്നെ ഡെലഫിൻ്റെ ആണെങ്കിൽ ഒയർസബാലിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊറാട്ടേക്കാർ 80ാമത്തെ മിനിറ്റിൽ പിൻവലിച്ചിട്ട് ഈ നീക്കോ വില്യംസിനെ പിൻവലിച്ച അതേ സാഹചര്യത്തിൽ തന്നെയാണ്. അങ്ങനെ ഒയർസബാലിൻ്റെ 1-2 അറ്റംപ്റ്റുകളും കാര്യങ്ങളും നമ്മൾ കണ്ടു. അത് കാര്യമായിട്ട് ട്രബിളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന അറ്റംപ്റ്റ്, കേളർ സാധനമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചങ്ങായി. പിന്നെ ഈ മുള്ളറിൻ്റെ ചാൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, മുള്ളർ ക്രിയേറ്റ് ചെയ്ത ചാൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഈ മെറീനോയുടെ ഗോള് വന്നിട്ടുള്ള സാഹചര്യത്തിൽ 119 ഗോൾ വരുന്നു, 3 മിനിറ്റ് ആഡഡ് ടൈം ഇഞ്ചുറി ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ നമ്മുടെ ചെന്നൈ ഉണ്ടല്ലോ, ഫുൾ ക്രൂഗിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് മുള്ളൊരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ക്രൂഗ് ഹെഡും ചെയ്തു, പക്ഷേ പുറത്തേക്കാണ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്രീ ഹെഡറായിരുന്നു. അത് ഗോളായിരുന്നെങ്കിൽ കാര്യമല്ല വെച്ചൊക്കെ ഭീകരമായിട്ടുള്ള ഡ്രാമ ആയിപ്പോൾ അതിനെ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ചാൻസുകൾ കിട്ടിയിട്ട് മുതലെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇനി മെറീനോയുടെ ഗോൾ വന്നിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് റൈറ്റ് സൈഡിൽ നിന്ന് കാരോഹാലാണ് ബോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുക്കുരയിലേക്ക് കൊടുക്കുന്നു. കുക്കുരയെ ഡാനി ഓൾമെ പിക്ക് ചെയ്യുന്നു. ഡാനി ഓൾമെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. കുക്കുരയെ പിന്നെ ബോക്സിലേക്ക് റണ്ണൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും പോയി, അത് വേറെ കാര്യം. ഡാനി ഓൾമെ വന്നിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ആ ക്രോസ് കൊടുക്കുന്നു. ടോണി റൂഡിഗറിനെ സംബന്ധിച്ചോളം ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ചങ്ങായി. ആൾക്കവിടെ ഈ മെറീനോയുടെ ആ ഒരു റണ്ണ് കാണാൻ പറ്റിയില്ല, അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒന്നുമില്ല. ഈ എയറിൽ പിന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് മെറീനോ അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത്. ബ്യൂട്ടിഫുൾ ഹെഡർ. പക്ഷേ ടോണി റൂഡിഗറിനെ സംബന്ധിച്ചിടത്തോളം മാസീവ്ലി ഡിസപ്പോയിൻറ്റഡ്. അങ്ങനെ ഒരു ഗോള് ആ ഒരു അവസരത്തിൽ കൺസീഡ് ചെയ്തതിൽ. അപ്പോൾ അതാണ് ഈ മത്സരത്തിലെ ഇവൻസുകൾ. ഇനി ഈ ഡാനി കാർവാലൊക്കെ എക്സലൻ്റ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മറ്റൊരു ബിഗ് ഗെയിം പ്ലെയർ ആണെന്ന് നമുക്കറിയുന്നതാണ്. റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ അനവധി തവണ നമ്മളത് കണ്ടിട്ടുള്ള സംഭവമാണ്. അദ്ദേഹം ഇതിലും കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഉനായ് സിമോൻ്റെ ലോങ് ബോളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ വെച്ചായിരുന്നു. ഡിഫൻസിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, സിനിക്കൽ ഫൗളുകളും കാര്യങ്ങളൊക്കെ നടത്തി റെഡ് കാർഡും കണ്ടുപോയി, 2 യെല്ലോ കിട്ടിയിട്ട് റെഡ് കാർഡും കണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അദ്ദേഹത്തെ കാര്യമായിട്ട് തന്നെ മിസ് ചെയ്യും പിന്നെ ഫ്രാൻസിനെതിരെയുള്ള ഒരു സെമി ഫൈനൽ മത്സരത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും പ്രസൻസും തന്നെ ഭയങ്കര ലിഫ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ പുള്ളിക്കാരൻ മിസ് ചെയ്യും. അതുപോലെ തന്നെ ലേനോമാൻ ഉണ്ടാവില്ല, ചെങ്ങായിക്കും സസ്പെൻഷനാണ്.
അപ്പോൾ ആ ഒരു അവസരത്തിൽ നാച്ചോ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ലപ്പോർട്ടയുടെ കൂടെ ആ ഡിഫൻസിൽ, അതുപോലെ തന്നെ ആര് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കാത്തിരുന്ന് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ മൊറാട്ടക്കും യെല്ലോ കിട്ടിയെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ ഇല്ല എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. മൊറാട്ടയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹത്തിൻ്റെ ചില ടച്ചുകളൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷേ സ്റ്റിൽ ലിങ്ക് പ്ലേയും കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അല്ല, അതൊരു പ്രശ്നമാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം, അത് വേറെ കാര്യം. പക്ഷേ എന്താണ്, ആ ഗോളിലൊക്കെ അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ അൽവാരോ മൊറാട്ടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെന്താ, ഈ പിന്നെ സ്പാനിഷ് സൈഡിലെ മറ്റ് പെർഫോമേഴ്സിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലപ്പോർട്ടയെ സംബന്ധിച്ചോളം നല്ലൊരു മത്സരം തന്നെയായിരുന്നു. ഉനായ് സിമോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൊക്കെ നല്ലതായിരുന്നു, എക്സെപ്റ്റ് ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ കോസ്റ്റ്ലി ആകാനും സാധ്യതയുണ്ട്. കോസ്റ്റ്ലി ആയേനെ ഈ ഒരു മത്സരത്തിൽ, അത് രക്ഷപ്പെട്ടു പോയതാണ്. പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലോ സ്പെയിന് ഡിഫറെൻറ്റ് അപ്രോച്ചുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ്. ഈ സ്പാനിഷ് സൈഡിൽ നിന്ന് നമുക്ക് കൗണ്ടർ അറ്റാക്കിങ് സിനാരികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ഈ വിങ്ങർമാരുടെ പേസും കാര്യങ്ങളൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് ആണ് ഞാൻ പറയുന്നത്. ലോങ് ബോളുകൾ കൊടുക്കും, കൗണ്ടർ അറ്റാക്കിങ് നടത്തും, ഈവൻ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ പൊസിഷൻ ഹാൻഡിൽ ചെയ്യും. അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഡെലഫൻറ്റയുടെ സൈഡ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ്. ഓവറോൾ നമ്മൾ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പാനിഷ് സൈഡിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ലീഡ് എടുത്തതിന് ശേഷം പിന്നെ അവരെടുത്തുള്ള ഒരു ഡിഫെൻസീവ് അപ്രോച്ച് അവർക്ക് പിന്നെ പണി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഡാനി ഓൾമോയുടെ ആ ഒരു ബ്രില്യൻസിലാണ് അവർ മത്സരം വിജയിച്ച് കാര്യമുള്ളത്. പിന്നെന്താണ്, ജർമ്മൻ സൈഡിനെ സംബന്ധിച്ചോളം അവർ പുറകിൽ പോയതിനു ശേഷം അവർ ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്താൽ പോരല്ലോ, മുതലെടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ലാ റോഹ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഫ്രാൻസുമായിട്ടുള്ള പോരാട്ടം, അതിനായിട്ട് കാത്തിരിക്കാം. അത് ഭയങ്കര രസമുള്ളൊരു മത്സരം തന്നെയായിരിക്കും. ഈ സസ്പെൻഷൻസ്, ഇപ്പോൾ ഈ ഡാനി കാർവാലിൻ്റെയൊക്കെ സസ്പെൻഷൻ ഈ സ്പാനിഷ് സൈഡിനെ അഫക്റ്റ് ചെയ്യാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഫ്രഞ്ച് സൈഡ് ഒടുക്കത്തെ ഡിഫെൻസീവ് യൂണിറ്റാണ്, ഒരു രക്ഷയില്ലാത്ത സോളിഡായിട്ടുള്ള ഡിഫെൻസീവ് യൂണിറ്റാണ്. ഗോള് പിന്നെന്താ പറയുക, അടിപ്പിക്കാതിരിക്കാൻ എല്ലാം പയറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ്. അപ്പോൾ എന്തായാലും ഈ നീക്കോ വില്യംസും ലമീൻ യമാലും ഫാബിയാൻ റൂയിസും റോഡ്രിയും ഡാനി ഓൾമോയും ഒക്കെ ഏത് രീതിയിലുള്ള പ്രകടനമായിരിക്കും ഫ്രഞ്ച് പടക്കെതിരെ കാഴ്ചവെക്കാൻ നമ്മൾ കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഈ സ്പെയിനിൻ്റെ ഡിഫൻസ് ഈ എംബാപ്പയുടെയും ഡെംബേലയുടെയും ബാർക്കോലയുടെയൊക്കെ പേസിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്ത് ലൈനപ്പായിരിക്കും ഡെഷോംസ് മുമ്പോട്ട് വെക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്തായാലും 3 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ അച്ചട്ടാണ്, അതില്ലാത്ത പരിപാടി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ മത്സരത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അതുപോലെ തന്നെ മുസിയാലയെ സംബന്ധിച്ചോളം അത്ര മികച്ച രീതിയിലുള്ളൊരു മത്സരമായിരുന്നില്ല അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂഷ്വൽ രീതിയിൽ ടേൺ എടുത്തിട്ട് ഡ്രിബിൾ ചെയ്യാനൊന്നും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട സംഭവമാണ്. പക്ഷേ സ്റ്റിൽ ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. വേർഡ്സ് എന്തായാലും ബെഞ്ചിൽ നിന്ന് വന്നിട്ട് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.